വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ചൈന, അതേപോലെ കുറച്ച് ഗ്ലോബൽ ഈവൻറ്റ്സ് മാത്രമാണ് നോക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ ഇന്ന് നെതന്യാഹു കോടതിയിൽ ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, നമ്മൾ പോയി കണ്ടാൽ മതി. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു നിർണായക തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുകയാണ്. ഈ എടുത്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ ഈ ഒരു അഡ്വാൻറ്റേജ്, അതായത് ഈ ഒരു സിറിയയുടെ ആ ഒരു റെജീം ഫോൾ, അതായത് സിറിയയുടെ ആ ഒരു അസദ് ഗവൺമെന്റിന്റെ ഒരു വീഴ്ച, ഈ ഒരു സമയം ഞങ്ങൾ എന്തുകൊണ്ട് അഡ്വാൻറ്റേജ് എടുത്തുകൂടാ എന്നുള്ള ഡിസ്കഷനാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം അത് നെസറ്റിൽ തന്നെ നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ നിലവിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ബെസലേൽ സ്മൂട്രിച്ച്. പുള്ളി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സൗദി എപ്പോൾ നോക്കിയാലും ഇസ്രായേലിന്റെ അടുത്ത് ഒരു സൗദി ഇസ്രായേൽ നോർമലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടണം. ഇതാണ് സൗദി ഉന്നയിക്കുന്ന ഒരു വാദം. ഇതിനെ കൃത്യമായി ഗണ്ണിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. അതായത് പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടായാൽ മാത്രമേ സൗദി നോർമലൈസേഷൻ നടക്കുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനാൻസ് മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും നെതന്യാഹു ഇന്ന് കോടതി കേസുമായിട്ട് ബിസി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഫൈനാൻസ് മിനിസ്റ്റർ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അത് അസദിന്റെ ഒരു ഫാളിന് ശേഷമാണ് ഈ ഒരു വിഷയം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് സിറിയ തകർന്നു കഴിഞ്ഞു, ഇസ്രായേലിനെ അത്ര എളുപ്പത്തിൽ ഇനി ഇറാനിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ മേളൊരു വീഡിയോ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്, ചെറിയ പോർഷനാണ്, കണ്ടോളൂ. ഇത് ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഡമസ്കസിൽ നിന്ന് വെറും 20 കിലോമീറ്റർ ദൂരെയുള്ള ബോർഡർ ലൈനിൽ ഒട്ടാകെ നടത്തിയ ഒരു സ്ട്രൈക്കാണ്. അതായത് ഈ ഒരു ക്വനേട്ര മുതൽ ഹോർമോൺ മലനിരകൾ വരെയുള്ള ആ ഒരു പ്ലേസിലുള്ള കംപ്ലീറ്റ്, അതായത് ഈ ബഫർ സോൺ ഇവർ പ്രഖ്യാപിച്ചല്ലോ, ആ പുതിയ ബഫർ സോണിന്റെ സൈഡിലുള്ള കംപ്ലീറ്റ് വില്ലേജുകളും മൊത്തത്തിൽ ഒക്കുപൈ ചെയ്തിരിക്കുകയാണ്. 250 എയർ സ്ട്രൈക്കാണ് ഡമസ്കസിൽ ഇസ്രായേൽ ചെയ്തത്. ആ 250 കംപ്ലീറ്റ് മിലിറ്ററി സ്പോട്ടുകളാണ് അറ്റാക്ക് ചെയ്തത്. അതായത് ഇപ്പൊ ആ രാജ്യത്തുള്ള ആൾക്കാർ പറയുന്നത് അവിടെ ഇനി മിലിറ്ററി അസറ്റുകൾ ഒന്നും തന്നെ ഇനി അവശേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഒരു മിലിറ്ററി അവശേഷിപ്പുകൾ അവിടെ ഇല്ല. അമ്മാതിരി ആ രാജ്യം മൊത്തത്തിൽ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഒരു വിമതനോ അല്ലെങ്കിൽ വിമതന്റെ അനുയായിയോ അല്ലെങ്കിൽ വിമതനെ എതിർക്കുന്നവനോ ആരും തന്നെ അവിടെ നിന്ന് ഒരു ആയുധം കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ വീണ്ടും അവർക്ക് സപ്ലൈസ് ഒക്കെ കാണും. എന്നാലും അവർ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഏകദേശം മെജോറിറ്റി ആ രാജ്യത്തുള്ള കംപ്ലീറ്റ് മിലിറ്ററി അസറ്റും തകർത്ത് കളഞ്ഞിരിക്കുന്നതാണ് ഇസ്രായേൽ. അപ്പൊ അത്രയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് ഈ മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഈ താഴത്തെ ഈ ലൊക്കേഷൻ, ആ ക്വനേട്ര എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് മേളിൽ ഹോർമോൺ മലനിരകൾ വരെയുള്ള കംപ്ലീറ്റ് ബോർഡർ ലൈൻ അവർ സെക്യൂർ ചെയ്തിരിക്കുകയാണ്, അടിച്ചെടുത്തിരിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെയാണ് ഇനി. അതായത് ബഫർ സോണും കഴിഞ്ഞ് കുറച്ച് ഏരിയ ഇസ്രായേൽ ഒക്കുപൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെതിരെ ഈജിപ്റ്റ് നല്ല രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പല രാജ്യങ്ങളും ഇതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്, ആർക്കൊന്നും ചെയ്യാനില്ല. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇപ്പം ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്താന്ന് പറഞ്ഞാൽ ഗാസ ഇനി ഹമാസിന് വിട്ടുകൊടുക്കുന്നില്ല. ഉറച്ച തീരുമാനമാണ്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗാസ ഇനി ഹമാസിന് വിട്ടുകൊടുക്കുന്നില്ല. ഹമാസ് ഇനിയിപ്പം അതായത് ഹമാസിന് ഇപ്പം ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ബന്ദികളെ വിട്ടയച്ചാൽ തന്നെയും അവർക്ക് ഗാസയ്ക്കുള്ളിൽ ഇനി പ്രവേശനമില്ല. അതാണ് നമ്പർ 1. ശരിയാണ്, ഇസ്രായേലിന്റെ ജയിലിലുള്ള തടവുകാരായിട്ടുള്ള കുറച്ച് പുള്ളികളെ വിട്ടയക്കും. ഇസ്രായേൽ വിചാരിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, അതായത് ആ കുറ്റകൃത്യത്തിന്റെ നിലവാരം അനുസരിച്ചുള്ള ആൾക്കാരെ അവർ പുറത്തുവിടും. അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ഗാസ ഇനി കംപ്ലീറ്റ്ലി ഇസ്രായേലിന്റെ കൺട്രോളിലായിരിക്കും. അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അറബ് വംശത്തിലുള്ള ആൾക്കാർ ഇസ്രായേൽ സിറ്റിസൺ ആയിട്ട് അവിടെ ജീവിക്കേണ്ടി വരും. അത് ഇനി ഒരു ഗാസ അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർ തീർത്തു പറഞ്ഞല്ലോ, അതായത് സൗദി വിചാരിക്കുന്ന പോലെ ഒരു നോർമലൈസേഷൻ, ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ. ഇപ്പോഴാണ് ഇസ്രായേൽ കൃത്യമായിട്ട് അബ്രഹാം അക്കോർഡിനെ എടുത്ത് മുന്നിൽ വെക്കുന്നത്. അബ്രഹാം അക്കോർഡിൽ ഒരിക്കലും ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. അതായത് പാലസ്തീനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്രായേലുമായിട്ടുള്ള ഒരു ട്രീറ്റി ഒപ്പിടുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ട്രംപ് വെർബലി സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തോട്ട്, അതായത് ഒരു സെമി പാലസ്തീനിയൻ സ്റ്റേറ്റ് ആ ഒരു രീതിയിലുള്ള റിക്വസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. അല്ലാതെ ഒരു രീതിയിലും ഒരു ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് പാലസ്തീനിയൻ സ്റ്റേറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ ശക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഇയറിൽ, അതായത് ഇപ്പൊ ഇത് ഡിസംബർ ആയല്ലോ, ഇനിയിപ്പം ഈ നെക്സ്റ്റ് ഇയറിൽ ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ ചെയ്യാൻ പോകുന്ന കാര്യം ഇസ്രായേലിന്റെ ഭാഗത്തുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ. 60% വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോടൊപ്പം ചേരും. അതേപോലെ 40% ആ ഒരു പാലസ്തീൻ സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കും. അത് മാത്രമേ ഉള്ളൂ, ആ ഒരു 40%. ബാക്കി ഗാസ ഇനി ഒരിക്കലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതുവരെയുള്ള നിലപാട്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി അഥവാ ഗാസ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിലനിർത്തണം എന്നാണ് ഈ ഒരു അറബ് നേഷൻസിനൊക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും കൂടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിലിറ്റി, അതിന്റെ നടത്തിപ്പ് സംബന്ധപ്പെട്ട അതിന്റെ ബൈ ലോ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം.
അങ്ങനെ ഏറ്റെടുത്താൽ ഇസ്രയേലും കൂടെ സഹകരിച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാം. ഇതാണ് അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഈ പോയിന്റിന് ഇതിന് സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAEയോ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉറപ്പാണ്. കാരണം ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് സൗദി അറേബ്യയോ അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സോ ഇത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. കാരണം പിന്നീട് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഇസ്രയേലിനെതിരെ നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും സംഘർഷഫലിതമായിട്ടുള്ള ഒരു സ്ഥലം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ കരുക്കൾ നീക്കുന്നത്. ഇനിയിപ്പോ സൗദി അറേബ്യക്ക് പറയാമല്ലോ, അതേ ഗാസ സെപ്പറേറ്റ് ആക്കിക്കോളും, ഞാൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ വരട്ടെ, MBS വന്നത് ഏറ്റെടുക്കട്ടെ. അപ്പൊ പിന്നെ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ തീരുമാനത്തിലാവും. നോവ അർഗമാനി, നിങ്ങൾ കാണുന്ന ഈ ലേഡിയുടെ പേരാണ് നോവ അർഗമാനി. ഈ ലേഡി ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് റെസ്ക്യൂ ചെയ്യപ്പെട്ട ഒരു ലേഡിയാണ്. ഇവർ കാലിൽ കുറച്ച് ഊണ്ടൊക്കെ ആയിട്ടാണ് ഇവരെ റെസ്ക്യൂ ചെയ്തത്. ഇവരെ October 7 ഈ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയി, ഹമാസിന്റെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയി ക്യാപ്റ്റീവിൽ വെച്ചിരുന്നതാണ്. അപ്പൊ ഇസ്രയേലിന്റെ ഒരു എയർ സ്ട്രൈക്കിൽ ഇവർക്ക് അപകടം സംഭവിക്കുകയും അപ്പൊ അതിൽ ഇവർക്ക് കാലിൽ നല്ല രീതിയിലുള്ള ഒരു മുറിവുണ്ടായി, അത് നല്ല രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ അതിന് ഒരു രീതിയിലുള്ള മെഡിക്കൽ കെയറും ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇവർക്ക് യുണൈറ്റഡ് നേഷൻസിന്റെയോ അല്ലെങ്കിൽ റെഡ് ക്രോസിന്റെയോ ആ ഒരു ചാരിറ്റബിൾ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ എത്രയും വേഗം അവിടെ 100 കണക്കിന് ബന്ദികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഞാനിരുന്ന സ്ഥലത്ത് തന്നെ. അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ പരിതാപകരമായിരിക്കും. അപ്പൊ എത്രയും വേഗം അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഇവർ ആ സദസ്സിൽ സംസാരിക്കുന്നത്. ആ ഒരു ഫുട്ടേജാണ് ഞാനിവിടെ ക്ലിപ്പ് ചെയ്തിരിക്കുന്നത്. ഈ AG എന്ന് പറയുന്നത് അവിടുത്തെ കോടതിയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അറ്റോർണി ജനറൽ എന്നാണ് പറയുന്നത്. ഈ അറ്റോർണി ജനറൽ, ഇവരുടെ പേര് എന്ന് പറഞ്ഞാൽ ഗാലി ബഹ്വാർ മിയാറ എന്നാണ് ഇവരുടെ പേര്. ഗാലി ബഹ്വാർ മിയാറ. ഈ ഗാലി ബഹ്വാർ മിയാറ ശരിക്കും പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിടിമുറുക്കുന്ന ഒരു അവസ്ഥയിലാണ് കോടതിയിൽ നിങ്ങൾ വന്ന് ഈ ഒരു ഹിയറിംഗ് നടത്തിയേ പറ്റൂന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഒരിക്കലും ഒരു ചേർച്ചയില്ല, എപ്പോഴും വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല രീതിയിലുള്ള ആർഗ്യുമെന്റ്സും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ഇവരെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി വരെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇവരെ പദവി നീക്കം ചെയ്ത് വേറെ ആളെ അപ്പോയിന്റ് ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ലേഡി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിടിമുറുക്കി ഇന്ന് കോടതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നെതന്യാഹു കോടതിയിൽ വന്നു, ഹിയറിംഗ് ഒക്കെ പൂർത്തിയാക്കി. ഇന്നത്തെ ഹിയറിംഗ് ഒക്കെ പൂർത്തിയാക്കി. അപ്പൊ അതില് ഈ ലിക്വിഡ് പാർട്ടിയിലുള്ള നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന കുറെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇതിനെ എതിർത്തോണ്ട് ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ, ഈ ഒരു ബിസി ടൈമിൽ, ഈ ഒരു നാഷണൽ സെക്യൂരിറ്റിയെ വരെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൈം മിനിസ്റ്ററിനെ ഒരു കറപ്ഷൻ കേസിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിചാരണ ചെയ്യേണ്ടതുണ്ടോ, ഇത് വേറൊരു സമയമെടുത്ത് ഇതിന് പീസ്ഫുൾ ആയിട്ട് ഒരു ടൈം തെരഞ്ഞെടുത്ത് അപ്പ ചെയ്തൂടെ എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളും ഇവർക്കെതിരെ ഈ ഒരു അറ്റോർണി ജനറലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് കോടതിയുടെ ടെലവീവിന്റെ കോർട്ടിന്റെ വെളിയിൽ ഉള്ള പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. ഒരു താൽക്കാലിക ഭരണകൂടം, സിറിയയിൽ താൽക്കാലിക ഭരണകൂടം രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു റീപ്ലേസ്മെന്റ് വരുന്നവരെ, അതായത് അടുത്തൊരു പ്രൈം മിനിസ്റ്ററെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, അതായത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നയിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് മുഹമ്മദ് അൽ ബാഷർ. ഇവരുടെയൊക്കെ സപ്പോർട്ട് ഈ ഒരു വിമത ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവര് തീർച്ചയായിട്ടും പുള്ളിയെ തന്നെയാണ്, ഈ ഒരു മുഹമ്മദ് അൽ ബാഷറിനെ തന്നെയാണ് അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇപ്പം താൽക്കാലികമായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഡമസ്കസിൽ മിക്കവാറുമുള്ള എല്ലാ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നോർമൽസിയിലേക്ക് തിരിച്ച് മടങ്ങിയിരിക്കുകയാണ് ഡമസ്കസ് മാത്രമല്ല മിക്ക സിറ്റികളും നോർമൽസിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. പക്ഷേ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബോംബാക്രമണം മൂലം ഒരുപാട് തകർച്ച നേരിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി റെക്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറെ ടൈം എടുക്കും എന്നുള്ളതാണ്. കാരണം 250 സ്ഥലം ഇസ്രായേൽ മാത്രം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അത് മിലിറ്ററി സ്പേസുകൾ. ബാക്കി അറ്റാക്കിംഗ് ഒക്കെ വേറെ. പിന്നെ ഈ വിമതരായിട്ടുള്ള ആൾക്കാർ നടത്തിയ ആക്രമണങ്ങൾ അത് വേറെ, കുറെ അങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ നേരെയാക്കി എടുക്കണമെങ്കിൽ കുറെ ടൈം എടുക്കും. ഇത് വേറെ എവിടെയില്ല, ഇത് തൈവാനിലാണ്. തൈവാനെ ചുറ്റി ഇന്ന് ചൈന ഒരു മുന്നറിയിപ്പും കൂടാതെ ഏതാണ്ട് 47 ഫൈറ്റർ ജെറ്റുകൾ, 12 നേവി വെസൽസ്, ഇത്രയും കൊണ്ട് അവിടെ ഒരു മിലിറ്ററി പരേഡ് നടത്തുകയുണ്ടായി. ഇത് തൈവാൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള കൺസേൺ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യ ഒരു പൊട്ടാസ് പണി ചെയ്യുന്നുണ്ട്. അത് ഈ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് അതില് പ്രത്യേകിച്ച് അവിടെ ഖനനങ്ങളൊന്നും ചെയ്യാൻ പിന്നെ അത്ര എളുപ്പത്തിൽ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പെർമിഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ അത് നിക്കോബാർ ഐലൻഡ് മാത്രമല്ല, അത് ഒരു ഗ്ലോബലി തന്നെ അതൊരു ക്രൈസിസ് ഉണ്ടാക്കുന്ന ഏരിയ ആയിട്ട് മാറും. ആമസോൺ കാടുകളുടെ മെജോറിറ്റി പോർഷൻസ് വരുന്നത് ഈ ഒരു ബ്രസീലിന്റെ ഭാഗത്താണ്. അവർ ആ കാടിനെ നശിപ്പിക്കുമ്പോഴത്തേക്കും എന്തായാലും ഗ്ലോബലി ഒരു സൗണ്ട് ഉയരും. അതുപോലെ തന്നെയാണ് ഈ അന്തമാൻ നിക്കോബാർ ലൈനിൽ നമ്മൾ പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലോബൽ പ്രൊട്ടസ്റ്റ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്ന ആൾക്കാർ, ഈ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ ഒരു 2002 ആക്ട് അനുസരിച്ച് അത്ര എളുപ്പത്തിൽ ആ കാര്യങ്ങൾ നടക്കൂലായിരുന്നു. അപ്പൊ അതിന്റെ പെർമിഷനൊക്കെ കിട്ടി ഇന്ത്യ നിക്കോബാർ ഐലൻഡിൽ ഏതാണ്ട് 13 പ്ലോട്ടുകൾ വേർതിരിച്ച് ബിഡിങ്ങിന് വെച്ചിരിക്കുകയാണ്. അതായത് റെയർ എർത്ത് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു ഏരിയ ആയിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ റെയർ എർത്ത് മിനറൽസ്, മെറ്റൽസ് ഒക്കെ ഇനി ഇന്ത്യയിൽ കുഴിച്ചെടുക്കാനുള്ള സംഭവങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. മെറ്റീരിയൽസ് അവിടെ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് കുഴിച്ചെടുക്കാൻ, അത് ഖനനം ചെയ്യാനും അതിനെ പ്രോസസ്സിംഗ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കമ്പനികളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലേലം, അതാണ് ഇപ്പോൾ ബിഡിംഗ് ആയിട്ടാണ് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ താല്പര്യമുള്ള കമ്പനികൾ പോയി ബിഡ് ചെയ്ത് അത് എടുക്കുമായിരിക്കും. എന്തായാലും ഇന്ത്യ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിക്കോബാർ ഐലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള മാറ്റമാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കും ഇത് ഭയങ്കര ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഗാസ ഇതോട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഹമാസിന് പറ്റിയ ഒരു അബദ്ധം അത് കഴിഞ്ഞ് ഇനി ഹമാസിന് അവിടെ അബദ്ധം പറ്റാൻ ഇനി ഹമാസ് അവിടെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. കാരണം ആ രീതിയിലാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഈ ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഇത്രയും, അതായത് 14 മാസം, അതായത് അവർ വളരെ വ്യക്തമായിട്ട് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് 14 മാസം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ഒരുപാട് മില്യൺ കണക്കിൽ ഡോളർ, നമ്മൾ ബില്യൺ കണക്കിൽ 14 മാസം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ബില്യൺ കണക്കിൽ ഡോളർ ചെലവാക്കി ഈ ഒരു യുദ്ധം വെറുതെ അവസാനിപ്പിക്കാനല്ല, ഞങ്ങൾ ഈ സമയത്ത് എടുത്ത ഒരു വിക്ടറി അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എപ്പോഴും ഞങ്ങൾ സോഫ്റ്റ് കോർണർ കാണിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിഫൻഡ് എന്നുള്ളതിലുപരിയായിട്ട് ഒഫൻസീവായിട്ട് മാറിയിട്ട് ഞങ്ങൾ ഗാസ ഇനി വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇനി അഥവാ ഗാസ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇനി സൗദി അറേബ്യ തീരുമാനിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗദിക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഇതിനകത്ത് വരും എന്നുള്ളത്. അപ്പൊ സൗദി അറേബ്യ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമാണ് ഇസ്രയേൽ ട്രസ്റ്റ് ചെയ്യുന്ന 2 രാജ്യങ്ങൾ, അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗാസ ഈ മുമ്പത്തെ പോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാം. പക്ഷെ വളരെ വിദൂര സ്വപ്നങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഖത്തറിന്റെ ഒരു ഡീൽ ഹമാസുമായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോൾ വരുന്നത് സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുമാണ്. പക്ഷെ അത് അവരുടെ ഡിസിഷൻ അനുസരിച്ചാണ് അവരുടെ റോൾ വരുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരു വാക്കിൽ ഇത് നിരസിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റോൾ പ്ലേ ചെയ്ത് മുന്നോട്ട് വരാം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.